എന്തെങ്കിലും റീസൺ കിട്ടുകയാണെങ്കിൽ D3 ഒഴിവാക്കായിരുന്നു. ട്രാഫിക്കാണ്, പോണോ. നമ്മൾ പൊതുവെ ആർക്കു വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല, പക്ഷേ ഫ്രണ്ട് ലേഡീസ് ബീച്ചിലായതുകൊണ്ട് വെയിറ്റ് ചെയ്യാം കുറച്ചു നേരം. അങ്ങനെ ഫൈനലി 3rd ഡേ ഓഫ് റണ്ണിങ്. അങ്ങനെ 1 കിലോ കുറവാക്കി, 1 കിലോ. മെയിനായിട്ട് ആദ്യം തന്നെ കണ്ടത് റെഡായിരുന്നു. ഓക്കെ, എൻ്റെ കോസ്റ്റ്യൂം കണ്ടിട്ട് ഒരു കടി ഉറപ്പാണ്. കടി കിട്ടുമോ? ഇനി ഓരോ സിഗ്നൽസ്. ലെഫ്റ്റ് അല്ലേ ഇത് ആക്സിഡൻ്റ് ആണ്, നോക്കിയിട്ട് കാറ്റ് വാക്കോ. റോഡ് ക്രോസ് ചെയ്യാം. 30 km/h കറക്റ്റ് അല്ലേ? ഇത് യൂ ടേൺ ഒന്നും ഇടാൻ പറ്റില്ല, കാരണം ആ എൻഡ് വരെ ഓടണമായിരുന്നു വീണ്ടും ക്രോസ് ചെയ്യാൻ. ഡീമോട്ടിവേഷൻ. ക്രോസ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഇതിൻ്റെ മീനിങ് എനിക്ക് അറിയില്ല. ലൈക്ക് ചെറിയ അങ്ങനെയാണോ? ചെറിയ റോഡാണെന്ന് തോന്നുന്നു. ആൻഡ് ഇതിൽ ദർ ഇസ് നോ സിഗ്നൽ. ദർ ഇസ് നോ സിഗ്നൽ അല്ല, സിഗ്നലില്ല, നോക്കി പോകണം എന്നാണ് തോന്നുന്നത്. അങ്ങനെ 1/2 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇന്നൊരു പാർട്ട്ണർ കാണാനില്ലല്ലോ. പാർട്ട്ണർ പാർട്ട്ണർ അതാ, ഒരു വൈറ്റ് ഡ്രസ്. അയ്യോ, തളർന്നു പോയടാ കുട്ട. ഞാനിവിടെ ഒന്ന് ശ്രദ്ധിച്ചു, ലൈക്ക് എല്ലാവരും റിച്ച് പീപ്പിൾസ്. ഈ റിച്ച് പീപ്പിൾസിൻ്റെ നടുവിലാണല്ലോ എന്നെപ്പോലെ ഒരു മിഡിൽ ക്ലാസ് ഒരാൾ ഓടുന്നു എന്ന് വിചാരിക്കുമ്പോൾ ഐ എം റിയലി പ്രൗഡ് ഓഫ് മീ. അപ്പോൾ അങ്ങനെ ആംഗിൾ ഇഞ്ചുറി സ്റ്റാർട്ടായി. എനിക്ക് ദേശത്തെ വഴിയേറിയില്ല. നിസ്സാരം നമ്മളെ കൊണ്ട് പറ്റും. ഒന്നുകൂടെ നിസ്സാരം. അതെ, രാവിലെ ആവശ്യമില്ലാണ്ട് മുക്കിയിട്ട് കക്കൂസി പോകുന്നു. 1 മിനിറ്റ്, ഞാനിപ്പോ പോയിട്ടോ. ഇതിനെ കൊണ്ട് പറ്റും, നീ അടിച്ചോ. നിസ്സാരം. അയ്യപ്പ, ഇന്നാണ് ഇത്ര ദിവസം ചെയ്തതിൽ ഏറ്റവും ടഫസ്റ്റ്. അയ്യപ്പ, പാൽക്കാരൻ പയ്യനെ 5 പെൺപിള്ളാർ ചേർന്ന് അതാണ് മരണം. നമ്മളും മരിക്കും. വില ചൊറിയ ചെരങ്ങ ചാർദിലൊക്കെ വന്ന് അവന്റെ ആത്മാവ് ഇപ്പോ സ്വർഗത്തിൽ കിടന്ന് അർമാദിക്കായിരിക്കും.